അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം. മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏതു മക്കൾ? 25, 20, 18, 15, 10 വയസ്സുള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പം 7 വയസ്സിന് താഴെ പ്രായമുള്ള ആൺമക്കളും പെൺമക്കളും 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിൽ തട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, പ്രായപൂർത്തിയാകാത്ത 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാന്റെ ഉമ്മാന്റെയും ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിക്കിട്ടേ കയറാൻ പാടുള്ളൂ. ആ 3 സമയങ്ങൾ: 1 വെളുപ്പാങ്കാലം, ഖുർആൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം, ആ വെളുപ്പാങ്കാല സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നട്ടുച്ച സമയം, ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറാൻ പാടില്ല അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക സഹോദര. വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കമാ, ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സുഖമുള്ള സമയം. ആ സുബഹിന്റെ ബാങ്ക് വിളിക്കണം 4 മണി 5 മണി സമയം, വല്ലാത്ത ഉറക്കം, ബോധമില്ലാതെ ഉറങ്ങുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കൈലി ഉടുക്കും. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലുങ്കി ഉടുത്തിട്ട് നല്ലപോലെ കിടന്നുറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണതല്ല, ഞാനൊരു കൈലി ഉടുത്തിട്ടുണ്ടായിരുന്നു, വടച്ചനെ എവിടെയെന്നാ അല്ലേ? നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള കട്ടിൽ മുഴുവനും തിരയ, എൻ്റെ മുണ്ടവിടെ, അള്ളതോ കിടക്കണ താഴെ, പടച്ചനെ ഇവിടെ കിടക്ക, അല്ല എടുത്തിടാ. താത്താമാരിടുന്ന മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, നിങ്ങൾ ആലോചിക്ക്. എടാ, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഉമ്മാടെയും ബാപ്പാടെയും ബെഡ്റൂമിലെങ്ങാനും ചോദിക്കാതെ കയറി വന്ന കോവളം ബീച്ച് ഓർമ്മ വരും. അതുപോലെ കിടക്ക, ആലോചിക്ക്. അതുകൊണ്ടാ ഖുർആൻ. നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ആലോചിക്ക്. സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോപ്പാ? സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 7 വയസ്സല്ല, 70 വയസ്സുള്ളവന് തോന്നുമോ? എടാ, 10-60 വയസ്സുള്ള ഒരാൾക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഏതെങ്കിലും ഒരു 35 വയസ്സുള്ള പെണ്ണിന് സ്വന്തം വാപ്പാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. എന്നിട്ട് അള്ള പറഞ്ഞത് കാണണ്ടാന്നാ. സ്വന്തം മക്കളുടെ, സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണണ്ട. ഇന്ന് പെണ്ണ് പാല് കൊടുക്കുന്നത് മൂത്തവന്റെ മുമ്പിൽ വെച്ച് ഇളയവർ പാല് കൊടുക്കും. ഇങ്ങനെയാ. വീട്ടിൽ ആരുമില്ല, ഉമ്മായും കുഞ്ഞും മാത്രമേ ഉള്ളൂ. വീടിൻ്റെ കുറ്റി ഇട്ടിട്ട് ബാത്റൂം തുറന്ന് പാട്ടും പാടിയിട്ട് ഉമ്മ അകത്ത് കയറി തുണിയില്ലാതെ കുളിക്കുന്നു. മക്കൾ കണ്ടുകൊണ്ട് ലൈവായിട്ട് അടക്കാം. അടുത്തൊരു സഹോദരൻ്റെ ഒരു പെണ്ണ് കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ എടുത്ത് ആദ്യം വീഡിയോ ഓണാക്കണേ. ഉമ്മ ഇങ്ങനെ മൊബൈൽ തപ്പുമ്പോൾ ഉമ്മ ബാത്റൂമിൽ നിന്ന് കുളിക്കണ വീഡിയോ വരെ കുഞ്ഞെടുത്ത് വെച്ചിരിക്കുക. കാലെവിടെ പോയി നിൽക്കണം സഹോദരങ്ങളെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് അള്ളാന്റെ ഖുർആൻ. അത്രയും സൂക്ഷ്മത പുലർത്തണം. മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കൾ കാണാൻ പാടില്ല. നിങ്ങൾ അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇന്ന് ഇംഗ്ലീഷ് പട കാണുന്നത് ഒരുമിച്ചിരുന്ന കുടുംബസമേത ആരൊക്കെ? എടാ, ഇന്ന് ഏത് സിനിമ എടുത്താലും സെക്സാ. അതാണല്ലോ. പടച്ചോനെ, വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഇരുന്നുകൊണ്ട് കാണുക. അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിൻ്റെ ആട്ടം കുടുംബസമേതം ഇരുന്ന് കാണാൻ. നിങ്ങൾ ആലോചിക്കേ, ഇതാ കുടുംബം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വാപ്പാന്റെ ഉമ്മാന്റെയും ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിക്കിട്ടേ കയറാൻ പാടുള്ളൂ. ആ 3 സമയങ്ങൾ: 1 വെളുപ്പാങ്കാലം, ഖുർആൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം, ആ വെളുപ്പാങ്കാല സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നട്ടുച്ച സമയം, ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറാൻ പാടില്ല അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തും.